ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ ഇതുവരെ ഉള്ള ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ലോങ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് സ്കൂളൊക്കെ തുറക്കാനായി, അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ സുവോളജിൻ്റെ റെക്കോർഡ് ബുക്ക് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാനൊക്കെ റെഡിയാക്കി. ഈ ഒരു റെക്കോർഡ് വരക്കാൻ വേണ്ടിയിട്ട് മെയ് 1 തന്നെ മിസ് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് വരക്കേണ്ടതെന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി മടിച്ചായതുകൊണ്ട് തന്നെ മെയ് ലാസ്റ്റ് ഒക്കെ ആയി ഇതൊന്ന് വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. വരക്കാനുള്ള കഴിവ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ലാപ്ടോപ്പിനെ തലകുത്തനെ നിർത്തിയിട്ടൊക്കെയാണ് ഞാൻ ട്രേസ് എടുക്കുന്നത്. ഞാൻ വെറുതെ ഒരു വര വരച്ചാൽ പോലും അത് വളഞ്ഞു പോകും. അങ്ങനത്തെ ഞാനാണ് ഒരു റെക്കോർഡ് ബുക്ക് വരക്കേണ്ടത്. ഫസ്റ്റ് ഞാൻ ഫോണിന് ട്രേസ് എടുക്കാന്ന് വിചാരിച്ചത്, പക്ഷെ ഫോൺ എടുക്കുമ്പോൾ ചെറിയ പിക്ചറേ കിട്ടുള്ളൂ. ഈ ഒരു റെക്കോർഡ് ബുക്ക് നല്ല വലുത്, അപ്പോൾ ഇതിന്റെ സൈസിനനുസരിച്ചിട്ട് തന്നെ ഒരു പേജ് ഫുൾ ആയിട്ട് ചിത്രം വരണോണ്ട് ഞാൻ പിന്നെ ലാപ്ടോപ്പിനെ തലകുത്തി വരക്കുന്ന ആ ഒരു കടുത്ത തീരുമാനം എടുത്തു. നിങ്ങൾ റെക്കോർഡ് ബുക്കൊക്കെ വരച്ചു കഴിഞ്ഞു, അത് എന്നെ പോലെ ഇനിയും തുടങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ചെയ്തോളൂ. ഈ ട്രേസ് എടുത്ത് വരക്കുന്നത് കൊണ്ട് തന്നെ ഒരു പിക്ചറിനെ നമ്മൾ 3 പ്രാവശ്യം വരക്കണം. ഫസ്റ്റത്തത് ലാപ്ടോപ്പിൽ നിന്ന് നമ്മൾ ട്രേസ് എടുക്കുന്നത്, പിന്നെ നമ്മളത് നോട്ടിലേക്ക് ട്രേസ് എടുക്കുന്നത്, പിന്നെ അതിന്റെ കലയമലൂട്ടം നമ്മൾ വീണ്ടും വരക്കണം. ബയോളജി എടുത്തിട്ട് മൊത്തത്തിൽ കഷ്ടപ്പാട് തന്നെയാണ്. ആദ്യം പറഞ്ഞേക്കാം, ചിത്രം വരക്കാൻ അറിയാത്ത ആളൊന്നും +2 ബയോളജി എടുക്കാൻ നിൽക്കണ്ട. 1-2 ചിത്രമൊന്നുമല്ല, കുറേ ചിത്രം വരക്കാൻ. പിന്നെ എൻ്റെ അനിയത്തി കുറച്ച് നല്ലോണം ചിത്രം വരക്കുന്നതുകൊണ്ട് തന്നെ ഓളെ കയ്യിലുള്ള കുറച്ച് പെൻസിൽസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ വരക്കുന്നത്. ട്രേസ് എടുക്കാനുള്ള പരിപാടി കുറച്ചും കൂടി ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പേപ്പർ വാങ്ങിച്ചു. എന്നാൽ ഇത് വെച്ച് വരക്കുമ്പോൾ അതിലും വലിയ കഷ്ടപ്പാടാണ്. ഇതിന്റെ ആ ഒരു ബ്ലൂ മഷി ബുക്കിൽ മൊത്തം സ്പ്രെഡ് ആകുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിന്റെ ആ ഒരു ട്രേസ് അതിന്റെ ബാക്കിൽ കൂടെ വരുമ്പോൾ കുറച്ച് വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. ഈ ചിത്രമെല്ലാം കണ്ട ആരെങ്കിലും പറയാം ചിത്രം വരക്കാൻ അറിയാത്ത ആളാണ് ഇതൊക്കെ വരച്ചതെന്ന്? പിന്നെ ഇത് കണ്ടിട്ട് ട്രേസ് എടുക്കാൻ ഈസിയാണെന്ന് വിചാരിക്കണ്ട, ട്രേസ് എടുക്കാനും വേണം ഒരു കഴിവ്. വരച്ചൊരു വഴിയായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എന്റെ ക്രോഷറ്റിലോട്ട് പോയി. ഇതിപ്പോ ഞാൻ റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. ഇതിന്റെ ഫസ്റ്റ് പാനൽ കംപ്ലീറ്റ് ആയി, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് സെക്വയർ ചെയ്ത് വെക്കുകയാണ്. ഇത് ഞാനിപ്പോൾ എനിക്ക് തന്നെ വേണ്ടിയിട്ട് ഒരു മെഷ് ടോപ്പാണ് ഉണ്ടാക്കുന്നത്. സോ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉച്ച ആയതുകൊണ്ട് തന്നെ ഞാൻ അത് വേഗം ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ലൊരു കുളി പാസ്സാക്കി. എന്നിട്ട് നിസ്കരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പ്രാർത്ഥിച്ചത് നമ്മുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആവണേന്നാ. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ ചാർജ് ചെയ്തിട്ടതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഒട്ടും ദാഹമില്ല, അതുകൊണ്ട് ഞാൻ ഒട്ടും വെള്ളം കുടിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഉച്ച സമയത്ത് എനിക്ക് പഠിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലീനിങ്ങിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മെസ്സി ആയിട്ട് കിടക്കാനുള്ള ഒറ്റ കാരണം എൻ്റെ ഈ ആൺസ് മാത്രമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി എടുത്ത് വെച്ചു. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. നല്ല മഴ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം നമ്മൾ കപ്പ പുഴുങ്ങിയതും ചായയാണ് കുടിച്ചത്. അത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മഴയൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഞാനത് മൊത്തം കഴിച്ചത്. പിന്നെ നമ്മൾ ക്ലീനിങ്ങിലോട്ടാണ് പോയത്. ചിത്രമൊക്കെ വരച്ച് അവിടെ ഓൾമോസ്റ്റ് കുറേ നമ്മുടെ റബ്ബറിന്റെ ഡസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇന്നത്തെ പ്ലാൻ വെച്ചിട്ട് ഒരു 25 ചിത്രം വരക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഞാൻ 19 ചിത്രം മാത്രമേ വരച്ചിട്ടുള്ളൂ. എന്നാലും ഏകദേശം അതിന് അടുത്തെത്തിയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേ കുറച്ചെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഈ ട്രേസ് എടുക്കുന്ന ബ്ലൂ പേപ്പറിനെ കൊണ്ട് നല്ല കഷ്ടപ്പാടായതുകൊണ്ട് തന്നെ ഞാൻ അതിനാ ഒരു പേപ്പറിലോട്ട് അതിന്റെ ഇങ്ക് മാക്സിമം ഊറ്റി അങ്ങ് എടുത്തു. അങ്ങനെ ചെയ്തിട്ട് വരച്ചപ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടെ നല്ല നീറ്റിൽ കിട്ടുന്നത് പോലെ തോന്നി. അല്ലെങ്കിൽ നമ്മൾ ബുക്കിൽ ട്രേസ് എടുക്കാൻ വേണ്ടി കൈ വെക്കുമല്ലോ, അപ്പോൾ ആ കൈ വെക്കുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു ബ്ലൂ ഇങ്ക് ആയിട്ട് പിന്നെ അത് മായ്ച്ചാലും പോകില്ല. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നിങ്ങൾക്ക് ട്രേസ് എടുക്കാൻ വല്ല തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് യെല്ലോ പേപ്പർ ആയിരിക്കും. കാരണം അതാകുമ്പോൾ അതിന്റെ പ്രിന്റ് കുറച്ചുകൂടെ വന്നാൽ പോലും ഇത്ര വൃത്തികേടായിട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എൻ്റെ റെക്കോർഡ് വരക്കൽ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ വരച്ച് 9 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ രാത്രിയത്തെ ഡിന്നർ കഴിച്ചു. ഡിന്നറിന് നമ്മൾ ഉച്ചക്കത്തെ ചോറ് തന്നെയാണ് തിന്നത്. ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ രാത്രി പിന്നെ എനിക്ക് ചിത്രം വരക്കൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇടി ആയതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൽ ചാർജും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ചാർജ് കുത്തിവെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പൊതിയിടാൻ അറിയാമെങ്കിലും എൻ്റെ മടി കാരണം ഞാൻ ഉമ്മാനെ കൊണ്ട് പൊതി ഇടിപ്പിച്ചിട്ട് ഞാൻ സ്റ്റെപ്ലർ അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പൊതിയിടലും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ആ പൊതിയിട്ട സ്ഥലം നല്ല അലങ്കോലമായിട്ടുണ്ടാവും. അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം. ഇത് രാവിലെ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തോ പോലെ ആയിരിക്കും, ഫുള്ള് വൃത്തികേടായിട്ട് കണ്ടാൽ. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചു. ഇനിയും സ്റ്റഡി ബ്ലോഗൊക്കെ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ ഒരു ചെറിയ നോട്ടെങ്കിലും കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ ശരി, ബൈ.